എല്ലാവർക്കും സ്വാഗതം. ബാലേന്ദ്രൻ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു, ഒരു കുടുംബം മുഴുവൻ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന കഥ ഞാൻ ഈ അടുത്ത കാലത്താണ് അറിയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇഴജന്തുക്കൾ പൊത്തുനിന്ന് ഇഴഞ്ഞു വരുന്ന പോലെ അടുത്ത കാലത്തല്ലേ ഇതെല്ലാം ഓരോന്ന് പുറത്തേക്ക് വീഴുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കഥ ഇനിയും തീർന്നിട്ടൊന്നുമില്ല. മകളിപ്പോഴും ഇങ്ങനെ ദന്തഗോപുരത്തിലെ മഹാറാണിയാണെന്നാണ് വിചാരം. രണ്ട് കൈയും കാലും ഒടിഞ്ഞിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവളുടെ എന്തായാലും വിവാഹമോചന കേസ് ഉടനെ തന്നെ കോടതിയിലെത്തും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി ഇതെല്ലാം കേട്ടിങ്ങനെ ഒരു അന്താളിപ്പോടുകൂടി ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അമ്മേനെ ഇതൊന്നും ആരും അറിയിച്ചിട്ടില്ലേ, ആരും ഇതൊന്നും അറിയിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശിവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ ശിവനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മേനെ കണ്ടിട്ട് കുറേ ആയില്ലേ, അപ്പോൾ അമ്മേനോട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ അമ്മേനെ ഒന്നും അറിയിക്കാറില്ലേ ശിവേട്ട എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ പറയും, അമ്മേനോട് പറഞ്ഞിട്ട് എന്തിനാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അമ്മയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ, കർമ്മഫലം എന്താന്ന് അമ്മയും അറിഞ്ഞിരിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശിവനാകെ ടെൻഷനാവും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അലീന എൻ്റെ മകളല്ല എന്നുള്ള സത്യം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഒരാക്കിയ പോലെയാണ് ബാലേന്ദ്രനെ അത് പറയുന്നത്. അപ്പോൾ ശിവൻ പറയുകയാണ്, നമുക്ക് അപ്പുറത്തിരുന്ന് സംസാരിക്കാം, ബാലേന്ദ്രൻ വാ എന്ന് പറയും. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് എണീക്കുകയെ എന്നിട്ട് മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, മനസ്സിൻ്റെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാണ്, ഒന്നുമില്ലെങ്കിൽ ഞാൻ അമ്മയെപ്പോലെ കുറേ നോക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്, സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ സങ്കടമായിട്ടോ, കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് ഡൈനിങ് ഹാളിലേക്കാണ് അവർ ചെല്ലുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് സബ് ജയിലിൽ രോഹിനെ കാണാൻ പോകുന്നുണ്ട്, ഇവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ ഹരിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ശിവൻ, അപ്പം അത് പറയുന്നുണ്ടായിരുന്നു, അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പണിയെടുക്കണ്ടല്ലോ എന്നൊക്കെയാണ് കേട്ടോ ശിവൻ ബാലേന്ദ്രനോട് പറയുന്നത്. അപ്പോൾ ശിവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്, ഹരി അവിടെ ഹാപ്പി ആണെന്നാണോ എന്ന് ചോദിക്കുക. അപ്പം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴേക്കും കമല ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ ചായ എടുക്കും. ബാലേന്ദ്രനോട് ചായ എടുക്കാൻ പറയുമ്പോൾ ചായ വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശിവൻ പറയും, ഒരു ഗ്ലാസ് ചായ കുടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേണ്ടാത്ത ചായ ഞാൻ എന്തിനാണ് കുടിക്കുന്നതെന്ന് ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അലീന ഉണ്ടാക്കിയ ചായ മാത്രമേ ബാലേന്ദ്രൻ കുടിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അലീന മാത്രമല്ല കൃഷ്ണയും നന്നായിട്ട് ചായ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ ജയിലിൽ രോഹിനെ കാണാൻ പോകുന്ന കാര്യമൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. വെറുതെ അവിടെ പോയി രോഹിനെ കണ്ടിട്ട് എന്തിനാന്നൊക്കെ തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. വേറെ അവരെങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു വക്കീലിനെയും കേസും കോടതിയും ഒന്നും ഒരു പരിചയമില്ല, ലീഗലി എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡീൽ ചെയ്യുന്നത് ഗോവർദ്ധനാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് അവരെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണമല്ലോ, അപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് ശിവനും ബാലേന്ദ്രനൊക്കെ സംസാരിക്കുന്നത്. ശിവൻ പറയുന്നുണ്ടായിരുന്നു, അതിജീവിതം മൊഴി മാറ്റി പറഞ്ഞാലേ ഇനിയിപ്പോൾ രക്ഷയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ തന്നെയാണ് കേട്ടോ ശിവനും പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരായിട്ടും അതുപോലെ തന്നെ സമുദായത്തിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധം വേണം, അല്ലെങ്കിൽ മന്ത്രി ലെവലിൽ ആരെങ്കിലും അവർക്കെതിരെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ശിവനോട്. അപ്പോൾ ശിവൻ പറയും, ഇപ്പോൾ ആരും നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കില്ല, ഇപ്പം എല്ലാവരും തിളച്ച് മറിഞ്ഞിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ കേസൊക്കെ ഒന്ന് കോടതിയിലെത്തണം, അപ്പോഴേക്കും എല്ലാം ഒന്ന് തണുക്കുമല്ലോ എന്നൊക്കെയാണ് കേട്ടോ ശിവനും പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രനോട് കമല ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 2-3 തവണയായിട്ട് ആ പെണ്ണിനെ കാണാൻ വേണ്ടി അലീന ആ കോളനിയിലേക്ക് പോയിട്ടുണ്ടല്ലോ, അലീന വിചാരിച്ചാലും ഒന്നും നടക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അവൾ അവിടെ പോകുന്നത് ആ പെൺകുട്ടീനെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അവൾക്ക് ധൈര്യം കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാര്യം കൂടി ഒന്ന് പറയാലോ എന്ന് പറയും കേട്ടോ കമല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അലീനേനെ ആ പണിക്കൊന്നും കിട്ടില്ല, അത് ഞാൻ ശിവേട്ടനോടും പറഞ്ഞതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല പറയും, സ്വന്തം കുടുംബത്തിനോട് നന്ദിയും കൂറുണ്ടെങ്കിൽ അവൾ പറയാതെ തന്നെ അറിഞ്ഞു ചെയ്തേനെ അതെല്ലാം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഏതാണ് അലീനയുടെ സ്വന്തം കുടുംബം, ഇതാണോ അതോ കടപ്പാട്ടൂരാണോ, ഏതാ ശിവേട്ട എന്നിങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോഴേക്കും ശിവന് ടെൻഷൻ ആവാൻ തുടങ്ങി. ബാലേന്ദ്രനോട് ശിവൻ പറയുന്നുണ്ടായിരുന്നു, അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീനനെ കൊണ്ട് നമുക്ക് ശരണ്യയുടെ വീട്ടുകാരോട് സംസാരിപ്പിച്ചാലോ, അവർ പറയുന്ന തുക നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി അവരോട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ 4 പ്രതികളെ ജയിലിൽ കയറ്റിയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല, അല്ലാതെ അവർ പറയുന്ന തുക അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം നോക്കി ജീവിക്കാമല്ലോ, എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം, അതൊന്നും അലീനയോട് ശരണ്യയുടെ വീട്ടുകാരോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും നടക്കുന്ന കാര്യമല്ല, അത് നിങ്ങൾ തന്നെ നേരിട്ട് ശരണ്യയുടെ വീട്ടുകാരോട് പോയി പറയുന്നതായിരിക്കും നല്ലതെന്ന് പറയും കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ബാലേന്ദ്രനോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ശിവന് മനസ്സിലായി. എന്തായാലും പിന്നീട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞ് ഞാൻ രോഹിണിയെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ കണ്ടിട്ട് വാന്ന് പറയൂ കേട്ടോ ശിവനാണെങ്കിലും. എന്നിട്ട് മനു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. മനു മുകളിൽ കാണുമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. മനു ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ ഡോറിന് തട്ടുന്ന സമയത്ത് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബാലേന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഏത് സമയം ഇവിടെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഇവിടെ തന്നെയാണ്, നമ്മളെല്ലാം ഫേസ് ചെയ്യേണ്ടേ എന്ന് പറയുകയാണ്. ഇപ്പോൾ അച്ഛനും അതുപോലെ തന്നെ കൊച്ചച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നമ്മളെ ഒരാൾ ഇങ്ങനെ ലീഡ് ചെയ്യാനുള്ളത് നമുക്കൊരു ആശ്വാസം തന്നെയാണ്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളില്ല, ഒന്ന് തുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും ഒരാളില്ല എന്ന് പറയുമ്പോൾ അലീന ഇല്ലെങ്കിലെന്ന് ചോദിക്കും. അപ്പോൾ അലീന ഒരു പെൺകുട്ടിയല്ലേ, ലിമിറ്റേഷൻസ് ഇല്ലേ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അലീന കോളനിയിൽ പോയ കാര്യങ്ങളൊക്കെ തന്നെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോഹിണിയെ കാണാൻ പോകുന്ന കാര്യം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഉച്ച കഴിഞ്ഞ് രോഹിണിയെ കാണാൻ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്കിളിൻ്റെ കൂടെ വരാമെന്ന് മനു പറയുന്നുണ്ടായിരുന്നേ, അങ്കിൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കല്ല, അലീനയും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് പിന്നെ എവിടെ പോകാനും ഇങ്ങനെ പേടിയൊന്നുമില്ലല്ലോ, അവൾക്ക് ജയിലായാലും പിന്നെ ഇപ്പോൾ എവിടെ പോകാനോ ഒരു ഭയം പേടിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു, അതേ കഴിഞ്ഞ ദിവസം കോളനിയിൽ പോയപ്പോൾ അവളിങ്ങനെ രക്ഷപ്പെട്ടതാണ്, ആയുസിൻ്റെ ബലം കൊണ്ടല്ലേ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കുറച്ച് കടന്ന കൈയായിപ്പോയി അങ്കിളേ എന്നൊക്കെ മനു പറയുകയാണ് കേട്ടോ. അത് ഞാൻ അലീനയോടും പറഞ്ഞു എന്ന് പറയുമ്പോൾ അവളുടേത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. അവളുടെ അടുത്തുനിന്ന് അവൾക്കൊന്നും ഇങ്ങനെ ഇതാക്കാനും മറച്ചു വെക്കാനും ഒന്നുമില്ല, അതുപോലെ തന്നെ ഒന്നും നഷ്ടപ്പെടാനും ഇല്ല. അവളുടെ കയ്യിലുള്ളത് ആകെ കുറച്ച് സ്നേഹവും കരുണയാണ്, അതാർക്കും മോഷ്ടിക്കാനും പറ്റത്തില്ല, അതങ്ങനെ ഒരു ജന്മമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. പിന്നീട് മനുവിനോട് പറയും, എന്തായാലും ഞാനിങ്ങനെ രോഹിയുടെ അടുത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം, അപ്പോൾ നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയേ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിൻ്റെ ഇവിടുത്തെ കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനും കാറിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയും മനു. എന്നാൽ വാന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ മനു ആണെങ്കിലും ബാലേന്ദ്രനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ബാലേന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ശരണ്യയുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വഴി ചോദിക്കുന്നത് അവിടെ ഒരു പെട്ടിക്കടയുടെ മുന്നിൽ നിർത്തിയിട്ടാണ് കേട്ടോ. ശരണ്യയുടെ അതിജീവിതയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രഭാകരൻ്റെ വീടല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അയാൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യും. അപ്പോൾ അവിടെ 2 പയ്യന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, രാഷ്ട്രീയക്കാരാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, ഞങ്ങൾ സമുദായക്കാരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടരും വന്നു പോയല്ലോ, നിങ്ങളെന്താ വരാൻ താമസിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും ആലോചിച്ച് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, അതാണ് കുറച്ച് വൈകിയത്, ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും, ഞങ്ങൾ അവരെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലും കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ശരണ്യയുടെ അച്ഛനും ആങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, സമുദായക്കാരാണ്, ഞങ്ങളിങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ഫണ്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാക്കാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പെൺകുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ അവിടെ കിടക്കുകയാണ്, നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ശരണ്യയുടെ അച്ഛനാണെങ്കിലും അങ്ങനെ അവരെ അകത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് ശരണ്യ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരണ്യനെ വിളിക്കുന്നുണ്ട്, മോളെ നിന്നെ കുറച്ച് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ശരണ്യ എഴുന്നേൽക്കുന്നു നോക്കുന്നൊന്നുമില്ല. അങ്ങനെ അച്ഛൻ റൂമിൽ ലൈറ്റൊക്കെ ഇടും. എന്നിട്ട് ശരണ്യയുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് അവളെ എണീപ്പിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കും. എന്തായാലും പിന്നീട് സാറന്മാരൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ സമുദായക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. മോളെ ഇങ്ങനെ ദ്രോഹിച്ചവരെ വെറുതെ വിടരുത്, അവർ ഇങ്ങനെ പലതായിട്ട് വരും, ഒന്നിലും നിങ്ങൾ വീണ് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ രാഷ്ട്രീയക്കാരുടെ തലപ്പത്തിരിക്കുന്നവരായിരിക്കും വരിക, അതുപോലെ തന്നെ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരായിരിക്കും വരിക, കേസ് അട്ടിമറിക്കാനൊക്കെ അവർ നോക്കും, നിങ്ങൾ ഒന്നിലും വീണ് പോകരുത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിയമസഹായം വല്ലതും വേണമെങ്കിൽ അതും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും കോടതിയിൽ പ്രോസിക്യൂഷൻ വക്കീലുണ്ടല്ലോ വാദിക്കാൻ, ഇനിയിപ്പോൾ അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വക്കീലിനെ വെക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അതിനൊക്കെ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും പത്രം വഴിയും ഒക്കെ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, പക്ഷേ ആരും ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് അതുപോലെ അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് മാത്രമല്ല ശരണ്യനോടും പറയുന്നുണ്ടായിരുന്നു,
പറയുന്നുണ്ടായിരുന്നു ധൈര്യമായിട്ടിരിക്കണം, മോളെ എത്ര പേരാണ് ഇങ്ങനെ ദ്രോഹിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അച്ഛനാ പറയുന്നത് 4 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഇതിന് കൂട്ടുനിന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ശരണ്യനോട് ചോദിക്കുമ്പോൾ ശരണ്യ ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. തലകൊണ്ട് ഇങ്ങനെ ഇല്ല എന്ന് കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മോളെ ഇങ്ങനെ ദ്രോഹിച്ചവരെ ഒന്നും വെറുതെ വിടരുത്, അവർ ചിലപ്പോൾ കേസ് അട്ടിമറിക്കാനൊക്കെ ശ്രമിക്കും, അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വീഴരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫണ്ട് രൂപീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞങ്ങളത് ഇട്ട് തരാം, അക്കൗണ്ട് നമ്പറൊക്കെ ഒന്ന് തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ശരണ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കിടന്നോട്ടെ, എനിക്ക് ക്ഷീണം വരുന്നുണ്ട് എന്ന് പറയേ. അപ്പോൾ ശരണ്യയുടെ അച്ഛനാണെങ്കിലും ശരണ്യനോട് കിടക്കാൻ പറഞ്ഞിട്ട് അവിടെ കിടത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ശരണ്യയുടെ അച്ഛനും അവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വാതിലടച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീന വീണ്ടും ശരണ്യനെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ട് കേട്ടോ. അലീന ശരണ്യനെ സമാധാനിപ്പിക്കുക ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് രോഹിനെ കാണാൻ വേണ്ടിയിട്ട് സബ് ജയിലിലും പോയിട്ടുണ്ട് അലീനയ്ക്ക് രോഹിനെ കാണുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. രോഹിയാണെങ്കിലും ആകെ തളർന്ന മട്ടിലാണ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് കമലയാണെങ്കിലും ശിവനോട് പറയുന്നുണ്ടായിരുന്നു അലീന എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്